ആദ്യം തന്നെ നമ്മുടെ ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടുക്കാച്ചി നമസ്കാരിക്കുന്നത്. ഇന്നൊരു പരിപ്പ് കറിയാണ് കേട്ടോ. അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊരു പരിപ്പ് കറിയാണ്. വീട്ടിൽ 5-10 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയോടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന കിടുക്കാച്ചി പരിപ്പ് കറി കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. എന്നാൽ ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണെന്ന് ചോദിച്ചാൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്. നമ്മൾ മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ടേസ്റ്റുമാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതിന് ആദ്യം എടുക്കുന്ന മൂങ് ദാൽ, അതായത് ചെറുപരിപ്പെന്ന് പറയും. ഈ സാധനം ആദ്യം തന്നെ വെള്ളം ഇങ്ങനെ നല്ലവണ്ണം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ആദ്യം തന്നെ ആ സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ഒരു യൂട്യൂബ് ചാനലും കൂടെ വേണം, അതും കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാം. എൻ്റെ ചങ്ങാതിമാരെ ഷെഫ് നിബു ദ ആൽക്കമിസ്റ്റ് അതിൻ്റെ പേര് കേട്ടോ. ഇതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു അരമണിക്കൂർ ഇത് വെള്ളത്തിൽ, അരമണിക്കൂറോ 1 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ സോക്ക് ചെയ്ത് വെച്ചോ. ശേഷം ഇവൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി വെള്ളം ഒഴിക്കുക, ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ച ശേഷം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോഴേക്ക് നമ്മൾ ഈ പരിപ്പെടുത്ത് ഇതിലേക്കൊരു മറിക്കുക. പരിപ്പ് ഇട്ട ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിടുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക്, സവോള, ഈ വക സാധനമൊക്കെ ഇടാം. ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ ചിലപ്പം വളിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പ്ലെയിനായിട്ട് നമ്മൾ ബോയിൽ ചെയ്തെടുക്കുന്നത്. നല്ലവണ്ണം അങ്ങ് ബോയിൽ ചെയ്യണം കേട്ടോ. അതായത് നല്ല സോഫ്റ്റായിട്ട് പഞ്ഞിയായിട്ട് കിട്ടുന്ന പോലെ തന്നെ വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്കിത് ഉരുളി ചൂടാക്കുക. ഉരുളി ചൂടാക്കിയ ശേഷം കറക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി ലെവലായി വരുമ്പോഴേക്ക് അതിലേക്ക് ജീരകം ഇട്ട് പൊട്ടിക്കുക. ജീരകം ഒന്ന് പൊട്ടി ലെവലായി വരുമ്പോഴേക്ക് അതിലേക്ക് വത്തലമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. വത്തലമുളകും ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റായി വരുമ്പോഴേക്ക് സവോള ഇതുപോലെ ചെറുതായി എരിഞ്ഞ് ഇതുപോലെ ഇട്ടങ്ങ് വരട്ടുക. അവനെ ഇതുപോലെ റോസ്റ്റാക്കുക. ഒരു ലൈറ്റ് കളറാകുന്നവരെ ഇവനെ റോസ്റ്റാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് ചെറുതായി എരിഞ്ഞ് വെളുത്തുള്ളിയും ഇതിലിട്ട് ഇങ്ങനെ നല്ലവണ്ണം അങ്ങ് റോസ്റ്റ് ചെയ്യാം കേട്ടോ. അതും ഒന്ന് ലെവലായി വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി നമുക്ക് എടുത്ത് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അതും ഇതിലിട്ട് ഇങ്ങനെ അങ്ങ് റോസ്റ്റ് ചെയ്യാം. അല്ല, കട്ടയ്ക്ക് അങ്ങ് റോസ്റ്റ് ചെയ്തു. ഇതൊന്ന് റോസ്റ്റായി കളറായി രൂപത്തിലും ഭാവത്തിലൊക്കെ വരുമ്പോഴേക്ക് പച്ചമുളക് നീളത്തിലരിഞ്ഞ് അവനെ എടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ എന്തോരം ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചുള്ള അളവിലങ്ങ് ഇട്ടു. കാരണം ഇപ്പം ഞാൻ ഉണ്ടാക്കുമ്പോഴേക്ക് ഏകദേശം ഒരു 1.5 കിലോ പരിപ്പിന് വേണ്ടിയുള്ള പരിപാടിയായി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ എന്തോരമൊക്കെ ഇടണമെന്നൊക്കെ. എന്നിട്ട് തക്കാളിയും ചെറുതായി എരിഞ്ഞത് അതിലിട്ട് ഇതിലിട്ട് ഇങ്ങനെ അങ്ങ് റോസ്റ്റ് ചെയ്യുക. ഒന്ന് ലെവലായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്ര മസാല മതി. എന്നിട്ട് അവനെയും ഇതുപോലെ ഇട്ടങ്ങ് വരട്ടുക. കാരണം ആ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി കേട്ടോ ഈ സംഭവം കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം അങ്ങ് വരട്ടി ഒരു രൂപത്തിലെടുക്കുക. ശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചാൽ ഡാലെടുത്തൊരു മറിക്കുക. എന്നിട്ട് പിന്നെ അവനെ അതിൻ്റെ അകത്തിട്ടങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ മസാലയും ഡാലും കൂടെ അങ്ങ് ചേർന്ന് കഴിയുമ്പോഴേക്കും എൻ്റെ ചങ്ങാതി നല്ല സ്മെല്ലാണ് വരുന്നത്. ആ കട്ട സ്മെല്ല് വരും. ഒരു രക്ഷയില്ല കേട്ടോ. ഇതുപോലെ ഇട്ടങ്ങ് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് തിളച്ച് വരുമ്പോഴേന്നനുസരിച്ച് ഇവനൊന്ന് കുറുകി വരും കേട്ടോ. കുറുകി നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഇനി ഇത് വേണ്ട താളിപ്പായിട്ട് നേരെ ഓയിൽ ചൂടാക്കുക. ഓയിൽ അല്ല ഗീയോ ഒഴിച്ച് ചൂടാക്കുക. എന്നിട്ട് ചെറുള്ളി എടുത്ത് ഇതുപോലെ റോസ്റ്റ് ചെയ്യുക. ചെറുള്ളി ഒന്ന് കളറായി വരുമ്പോഴേക്ക് ഇതുപോലെ നല്ല സ്റ്റൈലും കളറായി വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇവനെ ഇങ്ങനെ ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്ത് അതും ഒരു കളറാക്കി എടുക്കണം കേട്ടോ. ഒരു ഗോൾഡൻ കളർ പോലെ ആക്കി എടുക്കുക. കരിക്കല്ല, ഗോൾഡൻ കളർ പോലെ ആക്കി എടുക്കാം. ഗോൾഡൻ കളറായി വരുമ്പോഴേക്ക് അതിലേക്ക് വത്തലമുളക് ഇട്ട് കൊടുക്കുക. വത്തലമുളക് ഒന്ന് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്ത ശേഷം അതിലേക്ക് നേരിയ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ടൊന്ന് ആ പച്ചച്ചോവ മാറുന്നതനുസരിച്ചൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നേരെ പരിപ്പ് കറിയിലേക്കൊരു മറിക്കുക. ശേഷം ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലയും ജീരക പൗഡർ ആഡ് ചെയ്യാം. ഇട്ടില്ലേലും കുഴപ്പമില്ല. ഇത് വേറൊരു ടേസ്റ്റാണ്, ഒരു കുഴപ്പമില്ല. ഇതുപോലെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ എൻ്റെ ചങ്ങാതി എൻ്റെ സ്മെല്ലാണ് വരുന്നത് അറിയാം. പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് എൻ്റെ ചങ്ങാതി. ഡാൽ ഫ്രൈ എന്നൊക്കെ പറഞ്ഞ സംഭവം വേറെ ലെവലാണ്. ഇത് ഈസി ആയിട്ട് വീട്ടിലാവും. എന്നിട്ട് ഇതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് ഗീയും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴേക്ക് എൻ്റെ ചങ്ങാതി കിളി പോകുന്നേ. കുറച്ച് കൊറിയാണ്ടറും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വിതറുക. എന്നിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് നേരെ ചപ്പാത്തി എടുക്കുക. ചപ്പാത്തി മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇത് കാണുമ്പോൾ തന്നെ ചങ്ങാതി
വായിലൊരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ചപ്പാത്തി ആ ഡാലങ്ങ് വീണ് കഴിയുമ്പോൾ ചപ്പാത്തി ഇങ്ങനെ അലുത്ത് വരുമ്പോൾ ഇതുപോലെ ഒരു പീസ് എടുത്തൊരു പിടുത്തം പിടിക്കണം എൻ്റെ ചങ്ങാതി. ഒരു രക്ഷയില്ല കേട്ടോ. ഇത്ര ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത് വേറൊരു സാധനമില്ല ചങ്ങാതി. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. ചിക്കനും ഈ മീൻകറിയും ഒക്കെ മാറിയിരിക്കും, വേറെ ലെവലായി. പരിപ്പ് കറി ചപ്പാത്തിയും കൂടെ കൂട്ടി ഒരു പിടുത്തം പിടിച്ചാൽ എൻ്റെ ചങ്ങാതി സംഭവം കിളി ഒരു രക്ഷയില്ല.